ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. ബേസൻ ചീലയാണ്, കടലമാവ് വെച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് നല്ല ഫില്ലിംഗ് ആണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഒരു വെജ് ഓംലെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിൻ്റെ കൂടെ തൈരാണ്, കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത കട്ടിത്തൈരാണ് കൂടെ കഴിക്കുന്നത്. തൈര് ചേർക്കാതെയും കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ലാണ് ഉണ്ടാക്കുന്നത്. കടലമാവ്, അതുപോലെ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, നല്ല ഒരു 200 ഗ്രാംസ് വരുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയുടെ ഇല, അതുപോലെ അമരക്കായ, നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഇലയും അമരക്കായൊക്കെയാണ്, അത് ഇട്ടിട്ടുണ്ട്. ഓരോ പിടി വീതം ഇട്ടു. പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടു. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി 3 ചെറുതായിട്ട് അരിഞ്ഞിട്ടു. കുറച്ച് ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കും. വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തൊരു ദോശമാവ് പരുവത്തിൽ നമുക്കിങ്ങനെ കോരി ഒഴിച്ച് ഉണ്ടാക്കാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ദോശക്കല്ല് ചൂടായി വരുമ്പോൾ അത് എണ്ണ തടവുക. എന്നിട്ട് കോരി ഒഴിച്ച് ഉണ്ടാക്കുക. ഇതുപോലെ ചെറിയ ഹോൾസ് വരുന്ന സമയം, അതുപോലെ സൈഡൊക്കെ നല്ലോണം ഉണങ്ങി, അതായത് ഡ്രൈ ആയി വരണം, വെന്ത് വരണം. അന്നേരം മറിച്ചിടുക, വേവിച്ചെടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ഹോൾ ഫാമിലിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 200 ഗ്രാം ഓളം കടലമാവ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ലഞ്ചിന് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും എല്ലാവർക്കും നമ്മുടെ ഫുഡിൽ ആഡാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള, അധികം എക്സ്പെൻസ് ഇല്ലാത്തൊരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. A song that I could make you strong, 'cause I'm tired of feeling low and sad and depressed. I gotta move on. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. റെസിപ്പി അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി മടിച്ചിരിക്കുന്നത് ചെയ്യണം. എന്താ വെച്ചാൽ വെയിറ്റ് ലോസിന് നല്ല ഹെൽപ്പിംഗ് ആണ്. ഞാനിപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചിന് 6 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ആവുന്ന റെസിപ്പിയാണ്, ഹെൽത്തിയാണ്, നല്ല ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.